ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ ടീം ഓഫ് ദ വീക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആദ്യത്തെ 2 ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ തിങ്കൾ വരെ നടന്ന മത്സരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ടീം ഓഫ് ദ വീക്ക് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ആഴ്ചകളിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അപ്പോൾ ആ ഒരാഴ്ചയിലെ പെർഫോമൻസസിൽ നിന്ന് ഞാൻ അനലൈസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടീമാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്ലേയിങ് 12ൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ബെസ്റ്റ് പ്ലേയിങ് 12ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല അവർ മാച്ചിലുണ്ടാക്കിയ ഇമ്പാക്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പണേഴ്സിലേക്ക് തന്നെ പോകാം. ടീം ഓഫ് ദ വീക്ക് 3. ഈ ഒരു വീക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഓപ്പണേഴ്സിനെ ചൂസ് ചെയ്യാനാണ്. കാരണം മികച്ച കുറേ പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 പേരെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരുന്നു. ഉദാഹരണത്തിന് RCBയിൽ നിന്ന് ഫിൽ സോൾട്ട് ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്. അപ്പോൾ ഫിൽ സോൾട്ട് ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിച്ചു. അപ്പോൾ പിന്നെ DC-ക്കെതിരെ തോറ്റെങ്കിലും പെട്ടെന്ന് ഒരു ക്വിക്ക് ഫയർ 30 ഓഡ് റൺസ് എടുത്തു. ഇനി വിരാട് കോഹ്ലി ആണെങ്കിൽ ഇവരിപ്പം ഈ ഒരു വീക്ക് പറയുമ്പോൾ RCB 3 മത്സരം കളിച്ചിരുന്നു, അതിൽ നിന്ന് 2 50 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കുറേയേറെ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് നല്ല പെർഫോമൻസ് വന്നൊരാഴ്ചയായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പെർഫോമൻസസ് തന്ന 2 യങ്സ്റ്റേഴ്സിനെയാണ്. ഒന്ന് പഞ്ചാബ് കിങ്സിൽ നിന്നും പ്രിയാൻഷ് ആര്യ. ഇപ്പോൾ നമുക്ക് ചെന്നൈക്കെതിരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു സെഞ്ചുറി പ്രിയാൻഷ് അടിച്ചു. 42 പന്തിൽ നിന്ന് 103 റൺസ്. പിന്നീട് അടുത്ത മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ അത് അവർ തോറ്റ മത്സരമാണെങ്കിൽ കൂടി പ്രിയാൻഷ് മികച്ചൊരു സ്റ്റാർട്ട് നൽകി, 13 പന്തിൽ 36. അപ്പോൾ ഓപ്പണർ സ്ലോട്ടിലുള്ള ഒരാൾ പ്രിയാൻഷ് ആര്യയാണ്. രണ്ടാമതായിട്ട് അഭിഷേക് ശർമ്മ സൺറൈസേഴ്സിൽ നിന്ന്. അപ്പോൾ ഈ ഒരു വീക്കിൽ അവർ ഒറ്റ മത്സരമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മത്സരത്തിൽ റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറിയാണ് അഭിഷേക് ശർമ്മ നേടിയത്. 55 പന്തിൽ 141 റൺസ് പഞ്ചാബ് കിങ്സിനെതിരെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പെർഫോമൻസ് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടീം ഓഫ് ദി വീക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ വരാൻ അഭിഷേക് ശർമ്മയ്ക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ 2 വീക്കിലും നമ്മുടെ ഓപ്പണർ സ്ലോട്ടിൽ ഉൾപ്പെട്ട മിച്ചൽ മാർഷ് ഇടയ്ക്കൊരു മത്സരം കളിക്കാത്തത് കൊണ്ടും ഇവരുടെ 2 ബ്രില്യൻ പെർഫോമൻസ് ഉള്ളതുകൊണ്ടും ഇത്തവണ പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് വരുന്നത് പ്രിയാൻഷ് ആര്യയും അഭിഷേക് ശർമ്മയാണ്. ഇനി 1 ഡൗൺ ആയിട്ട് വരുന്നത് കരുൺ നായർ. DC ഒരു കാലയളവിൽ 2 മത്സരം കളിച്ചെങ്കിലും കരുൺ നായർ ലാസ്റ്റ് മത്സരത്തിൽ മാത്രമേ കളിച്ചുള്ളൂ. 40 പന്തിൽ നിന്ന് 89 റൺസ്. ഒരു ഫ്ലോലെസ് ഇന്നിങ്സ് ആണ്. ആ ഒരു ടൈമിങ്ങും ആ ഒരു ഷിയർ ക്ലാസും ഒക്കെ കൊണ്ട് അവർ ഒറ്റ മത്സരമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും ആ ഒരു മത്സരം അവർ തോറ്റുപോയെങ്കിലും നമുക്ക് ആ ഒരു ഇന്നിങ്സ് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എ മാൻ ഇൻ ഫോം, അതായിരുന്നു ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1 ഡൗൺ പ്ലേസിലേക്ക് ഇട്ടിരിക്കുന്നത് കരുൺ നായരാണ്. 2022 ശേഷം ആദ്യ മത്സരം കളിക്കുന്നതിന്റെ യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇല്ലാതെയാണ് കരുൺ നായർ കളിച്ചത്. ഇനി നമ്പർ 4 വരുന്നത് ആക്ച്വലി നമ്മുടെ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി നമ്പർ 3 ഇറങ്ങുന്ന താരമാണ് നിക്കോളാസ് പുറാൻ. ഇപ്പോൾ നിക്കോളാസ് പുറാൻ ഇല്ലാതെ നമുക്കൊരു ടീം ഓഫ് ദി വീക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു കാലഘട്ടത്തിൽ LSG കളിച്ച 3 മത്സരങ്ങളിൽ ഒന്നിൽ നിക്കോളാസ് പുറാൻ ഫെയിലായി. CSKക്കെതിരെ 9 പന്തിൽ 8 റൺസ് മാത്രമാണ് എടുത്തത്. പക്ഷേ മറ്റ് 2 ഇന്നിങ്സ്, ഒന്ന് KKR-നെതിരെ 36 പന്തിൽ 87 നോട്ട് ഔട്ട്, 2 GT-ക്കെതിരെ 34 പന്തിൽ 61. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 2024 ശേഷം നോക്കി ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചിട്ടുള്ളതും നിക്കോളാസ് പുറാനാണ്. ഒരു സ്പിൻ ഹിറ്റിംഗ് മെഷീൻ കൂടിയാണ് നിക്കോളാസ് പുറാൻ. ഇപ്പോൾ LSGയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളാസ് പുറാനെ ഔട്ടാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ 4ാമത് നിക്കോളാസ് പുറാൻ, 5ാമത് KL രാഹുൽ. DC 2 മത്സരം കളിച്ചു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ആയിട്ട് ഫെയിലായി. 13 പന്തിൽ 15 റൺസ്. ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല. പക്ഷേ RCBക്കെതിരെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു ചിന്നസ്വാമിയുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ ഒരു ഭയങ്കര വലിയ സ്കോറൊന്നുമല്ല RCB പടുത്തുയർത്തിയത്. പക്ഷേ അതൊരു ട്രിക്കി പിച്ചായിരുന്നു. സാധാരണയായിട്ടുള്ളൊരു ട്രൂ വിക്കറ്റ് ആയിരുന്നില്ല ചിന്നസ്വാമിയിലേത്. അപ്പോൾ അത് മാത്രമല്ല RCB ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അപ്പോൾ തുടക്കം ആ ഒരു പ്രഷർ അബ്സോർബ് ചെയ്ത് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഒരു പരിധിവരെ പോയിട്ട് പിന്നീട് അങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് രാഹുൽ ചെയ്തത്. അപ്പോൾ ആ ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് തന്നെയാണ് KL രാഹുലിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കളിച്ചു, അത് പക്ഷേ കഴിഞ്ഞ വീക്കിലായിരുന്നു. അത് മാത്രമല്ല രാഹുൽ തന്നെയാണ് ഈ ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ലോട്ടിലേക്കുമുള്ളത്. ഇനി 6ാമതായിട്ട് വിപ്രജ് നിഗം, DC-യുടെ മറ്റൊരു താരം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യങ്സ്റ്റേഴ്സ്, എനിക്ക് ഈ ഒരു സീസണിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച 2-3 യങ്സ്റ്റേഴ്സിൽ ഒരാളാണ് വിപ്രജ് നിഗം. വിപ്രജിന്റെ ഈ ഒരു വീക്കിലെ പെർഫോമൻസ് നോക്കിയാൽ RCBക്കെതിരെ ബാറ്റ് ചെയ്തില്ല. ബോളിംഗിൽ 4 ഓവറിൽ 18 റൺസ് മാത്രം കൊടുത്ത് 2 വിക്കറ്റ്. അതുപോലെ മുംബൈക്കെതിരെ 4 ഓവറിൽ 41 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ബാറ്റ് ചെയ്തപ്പോൾ 8 ബോളിൽ 14. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പോൾ കൂടുതലും പക്ഷേ DC-യുടെ ഒരു സ്ട്രോങ് ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡർ ഉള്ളത് കൊണ്ട് ബാറ്റിങ്ങിന് അധികം അവസരം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ LSGക്കെതിരെ നല്ലൊരു പെർഫോമൻസ് തുടങ്ങി വെച്ചു. അതാണ് പിന്നെ അശുതോഷ് ശർമ്മ കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ മുംബൈക്കെതിരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ ബോളിംഗ് വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാലും ഈ ടീമിൽ ഉൾപ്പെടേണ്ട ഒരു പ്ലെയർ ആണ്. അപ്പോൾ 6ാമത് ഞാൻ ഇട്ടിരിക്കുന്നത് വിപ്രജ് നിഗമാണ്. 7ാമത് ടീമിന്റെ ഫിനിഷറായിട്ട് നമാൻധിർ, മുംബൈ ഇന്ത്യൻസിൽ നിന്നും. നമാൻധിറിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ വലിയ പെർഫോമൻസ് ഇല്ല, അതായത് വലിയ നമ്പേഴ്സ് ഇല്ല.
ഇപ്പോൾ RCB ആയിട്ട് 6 പന്തിൽ 11, DC ആയിട്ട് 17 പന്തിൽ 38. അപ്പോൾ DC ആയിട്ട് കളിച്ചപ്പോൾ നമാൻതിറിന്റെ ആ ഒരു ഇന്നിങ്സ് ആണ് നമ്മുടെ മുംബൈയുടെ സ്കോർ 200 കടത്തിയത്. ആ മത്സരത്തിൽ ആ ഒരു ചെറിയ മാർജിനിലാണ് മുംബൈ ഇന്ത്യൻസ് വിജയിക്കുന്നത്. DC ഈസി ആയിട്ട് ജയിക്കും എന്ന് പ്രതീക്ഷിച്ച കളിയാണ്, പക്ഷേ അത് മുംബൈ ഇന്ത്യൻസ് വിദഗ്ധമായിട്ട് തിരിച്ചു പിടിച്ചു. അപ്പോൾ ആ ഒരു വിന്നിംഗ് മാർജിൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമാൻതിറിന്റെ ഒരു പെർഫോമൻസിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഷിയർ ഇമ്പാക്ടിന്റെ പേരിലാണ് നമ്മൾ നമാൻതിറിനെ ഇവിടെ ഫിനിഷറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. 8ാമത് വരുന്ന താരം ആക്ച്വലി ഓപ്പണിംഗ് ഇറങ്ങുന്ന പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സുനിൽ നരൈൻ. ഇപ്പോൾ സുനിൽ നരൈനെ എനിക്ക് ഓപ്പണിംഗ് സ്ലോട്ട് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഓപ്പണിംഗ് സ്ലോട്ടിൽ സോൾട്ട് ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, ഇവരെ ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം പ്രിയാൻഷിന്റെ അഭിഷേകിന്റെ ഒരു എക്സലന്റ് പെർഫോമൻസസ് കാരണം. അപ്പോൾ പിന്നെ എനിക്ക് സുനിൽ നരൈനെയും ഒരു കാരണവശാലും അവിടെ ഇടാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവരിൽ ഒരാളെ പുറത്താക്കണം. അപ്പോൾ അത് എനിക്കെന്തോ ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ സുനിൽ നരൈനെ 8ാമതാണ് ഇട്ടിരിക്കുന്നത്. ഇനി ബോളിംഗ് മാത്രം നോക്കിയാലും ഈ ഒരു വീക്കിൽ ഒറ്റ മത്സരമേ കളിച്ചിട്ടുള്ളൂ. CSKക്കെതിരെ 4 ഓവറിൽ 13 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. ആ മത്സരത്തിൽ ബാറ്റിംഗിലും തിളങ്ങി, 18 പന്തിൽ 44. അപ്പോൾ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലാണ് നരൈനെ ഇടേണ്ടതെന്ന കാര്യം എനിക്കറിയാം, പക്ഷേ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല, ബോളിംഗ് മാത്രം നോക്കിയാലും ബാറ്റിംഗ് ഇല്ലെങ്കിൽ പോലും നരൈനെ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് നരയിൽ നിന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ 8ാമത് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ 8ാമത് ഇറങ്ങി 2 അടി അടിക്കാനും കെൽപ്പുള്ള താരമാണ് നരൈൻ. ഇനി പവർ പ്ലേയിൽ കളിക്കുന്ന ഒരു ഇമ്പാക്ട് കിട്ടില്ലെങ്കിൽ പോലും ഞാൻ ആ ഒരു പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി 9ാമതായിട്ട് കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ടീമിലുള്ള താരമാണ് കുൽദീപ് യാദവ്. ഈ ഒരു വീക്കിലും എക്സലന്റ് പെർഫോമൻസ് ആണ്. RCBക്കെതിരെ 4 ഓവറിൽ 17 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 4 ഓവറിൽ 23 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അതായത് 2 മത്സരങ്ങളിലും 6ൽ താഴെയാണ് ഇക്കോണമി. ഇപ്പോൾ നോക്കി 8 ഓവറിലാകെ 40 റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇക്കോണമി റേറ്റ് നോക്കിയാൽ വെറും 5. അത് മാത്രമല്ല 4 വിക്കറ്റും എടുത്തു. ഈ 2 മത്സരങ്ങളിൽ നിന്ന് 8 ഓവർ 40 റൺസ് 4 വിക്കറ്റ്. ഇതാണ് നമ്മുടെ കുൽദീപിന്റെ ഒരു ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക് സെലക്ഷൻ ആണ്. ഇനിയും 10ാമതായിട്ട് ഭുവനേശ്വർ കുമാർ RCBയിൽ നിന്ന്. ഇപ്പോൾ ഭുവനേശ്വർ കുമാറിന്റെ ഒരു നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മുംബൈക്കെതിരെ 4 ഓവറിൽ 48-1. അപ്പോൾ നോക്കുമ്പം ഒരു ഇക്കോണമി റേറ്റ് 12 ഉണ്ടെങ്കിലും അവസാന ഘട്ടം, അതായത് നമ്മുടെ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയൊക്കെ ഒരു അടിച്ച് മിന്നിച്ച സമയത്ത് കുറച്ച് യോക്കേഴ്സ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഭുവനേശ്വർ കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാച്ചിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതാണ്. അതുകൊണ്ടാണ് ആ ഒരു മത്സരം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നീടുള്ള 2 മത്സരങ്ങളിൽ DC, അതായത് RCB തോറ്റ മത്സരമാണ് ചിന്നസ്വാമിയിൽ വെച്ച്. ആ മത്സരത്തിൽ 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് ഭുവി വിട്ടുകൊടുത്തിരിക്കുന്നത്. 2 വിക്കറ്റും എടുത്തു. RRനെതിരെ നോക്കിയാലും 4 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. അതായത് ലാസ്റ്റ് 2 മത്സരങ്ങൾ DCക്കെതിരെ RRനെതിരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ മുംബൈക്കെതിരെ ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു അവസാന സ്പെല്ല് എറിഞ്ഞതുകൊണ്ടും കൂടിയാണ് ഇവിടെ ഭുവിയെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 11ാമതായിട്ട് പ്രസിദ്ധ് കൃഷ്ണ. കുൽദീപിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക് സെലക്ഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്ന പ്ലെയർ ആണ്. അപ്പോൾ RRനെതിരെ, തന്റെ പഴയ ടീമായ രാജസ്ഥാനെതിരെ 4 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. അത് കഴിഞ്ഞ് LSGക്കെതിരെ 4 ഓവറിൽ 26 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അതായത് 2 മത്സരങ്ങളിൽ നിന്നായിട്ട് വെറും 50 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. 5 വിക്കറ്റും സ്വന്തമാക്കാൻ പ്രസിദ്ധ് കൃഷ്ണയ്ക്കായി. അപ്പം പ്രസിദ്ധ് കൃഷ്ണയാണ് നമ്പർ 11 ആയിട്ട് വരുന്നത്. ഇനി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത്, ഞാൻ നമ്മുടെ വിപ്രശ് നിഗത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിച്ച ഒരു യങ്സ്റ്റർ ആണ് ദിഗ്വേഷ് രഥി. ദിഗ്വേഷിന്റെ കാര്യം പറഞ്ഞാൽ KKRനെതിരെ 4 ഓവറിൽ 33 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. GTക്കെതിരെ 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. CSKക്കെതിരെ 4 ഓവറിൽ 23 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. അപ്പം 3 മത്സരങ്ങളിലും എറൗണ്ട് 8 ഇക്കോണമി റേറ്റിൽ, അതായത് 2 മത്സരങ്ങളിൽ എറൗണ്ട് 8 ഇക്കോണമി റേറ്റിലും ഒരു മത്സരത്തിൽ അണ്ടർ 6 ഇക്കോണമി റേറ്റിൽ എറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം അവരുടെ പ്രീമിയം സ്പിന്നറായ ബിഷ്ണോയ് ഫോമിലേക്ക് വന്നത് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ബിഷ്ണോയ് ഭേദപ്പെട്ട പ്രകടനം നടത്തി. അതിന് മുൻപൊക്കെ മിഡിൽ ഓവേഴ്സിൽ 12 വെച്ചിട്ടൊക്കെയാണ് ബിഷ്ണോയ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിച്ച് നിർത്തിയത് ദിഗ്വേഷ് രഥിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദിഗ്വേഷിനെ ഇവിടെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടീം ഓഫ് ദി വീക്ക് ഒന്നുകൂടെ നോക്കാം. ഓപ്പണിംഗിൽ പഞ്ചാബിൽ നിന്ന് പ്രിയാൻഷ് ആര്യ, സൺറൈസേഴ്സിൽ നിന്ന് അഭിഷേക് ശർമ്മ, 1 ഡൗൺ ആയിട്ട് DCയിൽ നിന്ന് കരുൺ നായർ, 4ാമത് LSGയിൽ നിന്ന് നിക്കോളാസ് പുറാൻ, 5ാമത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും KL രാഹുൽ, 6 വീണ്ടും ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് വിപ്രശ് നിഗം, 7 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് നമാൻധർ, 8 KKRൽ നിന്ന് സുനിൽ നരൈൻ, 9 ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് കുൽദീപ് യാദവ്, 10 RCBയിൽ നിന്ന് ഭുവനേശ്വർ കുമാർ, 11 GTയിൽ നിന്ന് പ്രസിദ്ധ് കൃഷ്ണ, 12 LSGയിൽ നിന്ന് ദിഗ്വേഷ് രഥി. ഈ ടീം ഓഫ് ദി വീക്കിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വീക്കിൽ വേറൊരു ബെസ്റ്റ് ടീം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.